ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSC സ്വാഗതം. നമ്മളിന്ന് 011 2024 ഒരു ഡ്രൈവർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. നിങ്ങൾ LGS പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും 10th ലെവൽ പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് നോക്കുന്നത് ഉപകാരപ്പെടും. ഇതിൻ്റെ PDF വേണ്ടവർക്കാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ടെലിഗ്രാം ചാനൽ ഈസി ലേൺ PSC എന്ന് തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. എന്താണ്? ശരിയാണ്. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയായിട്ടുള്ളതാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ശരിയല്ലേ? കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇത് മൂന്നും ശരിയാണ്. ഇതിങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി, അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഡച്ചുകാരെ. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ആറ്റിങ്ങൽ കലാപം 1792 ഡാഷ് സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം. ശരിയായത് തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം 1928 ആണോ? തെറ്റാണ്. അപ്പോൾ ഒന്ന് തെറ്റായിട്ടുള്ളത് നമ്മൾ നോക്കിയാൽ മതി. A തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ A ഉള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. എല്ലാം ശരിയും A തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 ശരിയാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. മൂന്നും ശരിയല്ലേ? അപ്പോൾ രണ്ടിൻ്റെ ആൻസർ BCD ശരി. ഓക്കെ, നിങ്ങൾ പഠിച്ചു വെക്കുക. വൈക്കം സത്യാഗ്രഹം ഏത് വർഷമാണ്? 1924, 25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. ശരിയായ ജോഡി കണ്ടെത്തുക. ആര്യസമാജം രാജാറാം മോഹൻ റോയ് ആണ്. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജം ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ് ആര്യസമാജം. അപ്പം നമുക്ക് അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ശരിയായ ജോഡിയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ ജോഡി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു ശരി ഇട്ട് വെച്ചേക്കുക. അപ്പോൾ തെറ്റുള്ളത് നമുക്ക് ഒന്ന് തെറ്റാണെന്ന് കിട്ടി. അപ്പോൾ ഒന്നുള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് ബാക്കി നോക്കുക പോലും വേണ്ട. 2, 3, 4 ശരി. എങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി നോക്കിയേക്കാം. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി C. രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായവ ഏത്? 1783 പാരീസ് ഉടമ്പടി. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നത് ഏത് വൻകരയുള്ള രാജ്യത്തു നിന്നാണ്? ഏഷ്യ. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 10. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ്? ആലപ്പുഴ. കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന കായിക ഇനം ഏതാണ്? ഹോക്കി. കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന കായിക ഇനം ഏത്? ഹോക്കി. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്ന ഏതുമായി ഇതിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു. ഈസ്റ്റിങ്സ് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു. 1, 3 എന്നീ പ്രസ്താവനകൾ ശരി. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത്? ചിനൂക്ക്. മഞ്ഞുതീനി, ചിനൂക്ക്. ആഗോള മർദ്ദമേഖലയിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ്. അപ്പോൾ 5.5 മണിക്കൂർ കൂടുതലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ സമയം 12 മണിയാണെങ്കിൽ ഗ്രീനിച്ചിലെ സമയം 5.5 മണിക്കൂർ കുറവായിരിക്കും. 5.5 മണിക്കൂർ കുറവെന്ന് പറയുമ്പോൾ കിട്ടുന്നത് 6:30 AM. ഇവിടെ ഉച്ചയ്ക്ക് 12 മണി തന്നിട്ടുണ്ട്.
12 മണിയിൽ നിന്ന് 5:30 മണിക്കൂർ സബ്ട്രാക്റ്റ് ചെയ്യുക, കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 6:30 AM. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകൾ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് ഏത്? മാൻഡമസ്. കൽപ്പന എന്നറിയപ്പെടുന്ന റിട്ട് മാൻഡമസ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതേത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇത് 2024 തുടങ്ങിയപ്പോൾ മുതൽ ഹരിത വിപ്ലവത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അതുകൊണ്ട് ഇത് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. എല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നത് കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. നാണ്യവിള അല്ലാത്തത് ചോളം. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തതേത്? തെറ്റായിട്ടുള്ളത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഉൾപ്പെടാത്തത്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? കൂട്ട്. ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷനിൽ ചോദിച്ച് കാണുന്നുണ്ട്. പിന്നീടും ചോദിച്ചിട്ടുണ്ട്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങൾ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 2100 കലോറി, ഗ്രാമങ്ങളിലാണെങ്കിൽ 2400 കലോറി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവട് ചേർത്തുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ഏത്? ശരിയായതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി കൊടുത്തേക്കാം. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. ഓൾ ഓഫ് ദി എബോ. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. 3 എന്നുള്ളതാണ്. 3 എന്നുള്ള ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. തെറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിന് സന്നദ്ധമായിരിക്കണം? അത് തെറ്റാണ്. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണോ? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണെന്നുള്ളത് അറിയാമല്ലോ. അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. അപ്പോൾ 3 തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. അത് ശരിയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ആയിരുന്നു? അല്ല. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. അത് തെറ്റാണ്. അപ്പോൾ 3 തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളതായതുകൊണ്ട് 1ഉം 2ഉം. ഓപ്ഷൻ സി. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. ഓപ്ഷൻ ഡി. ഓൾ ഓഫ് ദി എബോ. എല്ലാം ശരിയാണ്. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ചുവടെ ചേർക്കുന്നത് ശരിയായതേത്? കാനഡയിൽ നിന്ന് എടുത്തതാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം, അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? അയർലൻഡിൽ നിന്ന് എടുത്തതാണ് നിർദ്ദേശക തത്വങ്ങൾ. നമ്മൾ കാനഡയിൽ നിന്നല്ല എടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ് പിന്നീട്? അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എടുത്തിരിക്കുന്ന സ്ഥലമാണ് അയർലൻഡ്. ഓക്കെ. അപ്പോൾ ആൻസർ വരുന്നത് ഡി ആണ് വരുന്നത്. 1ഉം 2ഉം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികം വിദ്യാഭ്യാസപരമായ അവകാശം. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നിയമ അവകാശമാണ്. അത് മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയതായിരുന്നു. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്. തെറ്റാണ്. ഇവർ ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ഒരെണ്ണം കിട്ടി. അപ്പോൾ ഒന്നുള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി 2, 3. 2, 3 നമുക്ക് വായിച്ചു പോലും നോക്കേണ്ടി വന്നില്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. അത് ശരിയാണ്. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ശരിയാണ്. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം സിനിമാ താരങ്ങളാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്.
ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. ഇപ്പോൾ എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് 1, 2, 3. 29 C ആണ് വരുന്നത്. ഇനി അടുത്ത 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. 1ഉം 2ഉം ശരിയാണ്, 3 തെറ്റാണ്. ഇന്ത്യയിൽ നടന്ന 2ാമത്തെ ഉച്ചകോടിയാണെന്നുള്ളത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? വൈറ്റമിൻ എ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുകുകൾ വഴി പകരുന്ന രോഗം ഏത്? മലമ്പനി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? പാൻക്രിയാസ്. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇപ്പോൾ MS സ്വാമിനാഥൻ്റെ ക്വസ്റ്റ്യനും ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്ന് നോക്കി വെച്ചേക്കുക. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഋതു കരുതൽ. ഇതും 2024 ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? 36ൻ്റെ ആൻസർ അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളുടെ മർദ്ദം കൂടുതലും ആയതിനാൽ. അദിശ അളവുകളുടെ ഉദാഹരണം. ഇത് ക്യാൻസൽ ചെയ്തു. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്ന് ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. 38 അതിൻ്റെ ആൻസർ. ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് ക്ലോറോഫോം. 39ഉം 40ഉം ക്യാൻസൽ ചെയ്തു. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് PDF കിട്ടും, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.